എഴുത്തോ നിന്റെ കഴുത്തോ ഏറെ കൂറിയതിനോട് എന്ന് ചോദിച്ചൊരുവൻ എന്നരികിൽ വരും മുമ്പേ എൻ്റെ ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിലേക്ക് എങ്കിൽ അങ്ങോട്ട് എന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് എഴുതിയത് കവി എം ഗോവിന്ദനാണ്. 50 ആണ്ടിനിപ്പുറം ഈ ദിവസവും പ്രസക്തമാകുന്ന വരികളാണത്. എഴുത്തുകാർക്ക് സാഹിത്യലോകം തല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയാമോ എന്നത് സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപ ചർച്ചകൾ ഈ നിമിഷവും തുടരുകയാണ്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച KR മീര വിമർശനവും അധിക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഇന്നലെ RDX വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ എഴുത്തുകാർ സ്വന്തം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയേറെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? RDX ആവർത്തിച്ച് പരിശോധിക്കുന്നു. ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ ആദ്യം RDX റാപ്പിൽ. രാഷ്ട്രീയവും സാഹിത്യവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പ്രതിനിധിയായ സ്വരാജിനെ നിയമസഭ കാത്തിരിക്കുന്നുവെന്ന് M മുകുന്ദൻ. ചില സാഹിത്യകാരന്മാർ വീണുകിട്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇടത് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ എഴുത്തുകാരൻ വൈശാഖനും രംഗത്തു വന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല സ്വരാജിനെ പിന്തുണയ്ക്കുന്നത്. ആഴത്തിലുള്ള വായനയും ജനകീയ ബന്ധവുമുള്ള സ്വരാജ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തേണ്ടത് അനിവാര്യമാണെന്ന് വൈശാഖൻ. മികച്ച നിയമസഭാ സാമാജികന് വേണ്ട നിരീക്ഷണ പാഠവും വാക്ചാതുരിയും ചരിത്രബോധവും നിയമാവബോധവും സ്വരാജിനുണ്ടെന്ന് എഴുത്തുകാരി ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ എഴുതി. അധികാരത്തോട് വിധേയന്മാരായ ധാരാളം കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് ലോകമെന്നാണ് സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ പ്രതികരണം. രാഷ്ട്രീയ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ KR മീരയ്ക്കെതിരെ അടക്കം സൈബർ അധിക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കൂടുതൽ എഴുത്തുകാരും കലാസാംസ്കാരിക പ്രവർത്തകരും സ്വരാജിന് പിന്തുണയുമായി എത്തിയത്. വരും ദിവസങ്ങളിലും എഴുത്തുകാരുടെ നിലപാടുകളും നിലമ്പൂരിൽ ചർച്ചയാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് സമയം കുറവാണ്, പെട്ടെന്ന് ഡാറ്റാ ഷീറ്റ് പരിശോധിച്ചു തരാം. വിവാദ തുടക്കം ഇങ്ങനെയാണ്. ഞായറാഴ്ച നിലമ്പൂരിൽ സ്വരാജിൻ്റെ അധ്യാപക സഹപാഠി കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇതെല്ലാം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവർ ഉദ്ഘാടകയായ KR മീര സ്വരാജിന് അനുകൂലമായി സംസാരിച്ചു. സ്വരാജിൻ്റെ വിജയം കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെ ആവശ്യമാണെന്ന് മീര പറഞ്ഞു. KR മീരയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ UDFൻ്റെ സൈബർ അധിക്ഷേപം ഉണ്ടായി. അതേ തുടർന്ന് LDF ഭരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നവരാണ് ഇവരെല്ലാം എന്ന് VD സതീശൻ പറഞ്ഞു. മീരയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി PF മാത്യൂസും സാറാ ജോസഫും രംഗത്തെത്തി. ചലച്ചിത്രകാരൻ ജോയ് മാത്യു ഷൗക്കത്തിൻ്റെ പ്രചാരണത്തിന് നേരിട്ടെത്തിയിട്ടുണ്ട്. ഇതാണ് UDF പക്ഷത്തും എഴുത്തുകാർ വന്നതിൻ്റെ. ജോർജ് ഓണക്കൂറും MN കാരശ്ശേരിയും UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. രമേശ് പിഷാരടി, ധർമ്മജൻ, ടിനി ടോം അടക്കം സിനിമാ പ്രവർത്തകർ UDFനൊപ്പമാണ്. നടൻ ജഗദീഷ് 2021 പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥിയായിരുന്നു. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് SK പൊറ്റക്കാട്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ നായകരിൽ ഒരാൾ മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പൊറ്റക്കാട് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. എതിരാളി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സുകുമാർ അഴീക്കോട് ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. സുകുമാർ അഴീക്കോടിനെ 64,950 വോട്ടിനാണ് പൊറ്റക്കാട് പരാജയപ്പെടുത്തിയത്. എഴുത്തുകാർ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് നേരത്തെയും. കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പ് ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എന്ന് നമുക്കറിയാം. 1989 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ONV പരാജയപ്പെട്ടിട്ടുണ്ട്. MK സാനു 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ കോൺഗ്രസിലെ AL ജേക്കബിനെ അദ്ദേഹം പരാജയപ്പെടുത്തുകയായിരുന്നു ആ മത്സരത്തിൽ. കവി കടമ്പനിട്ട് രാമകൃഷ്ണൻ 1996 ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. കരുത്തനായ CMP നേതാവ് MB രാഘവനെ അദ്ദേഹം തോൽപ്പിക്കുകയുണ്ടായി. 1999 നടൻ മുരളി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു എന്ന് നമുക്കറിയാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുരളി VM സുധീറിനോട് പരാജയപ്പെടുകയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. എഴുത്തുകാരി സാറാ ജോസഫ് 2014 ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. സമീപകാല ചരിത്രമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു, പരാജയപ്പെട്ടു. ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ഡോക്ടർ B ഇക്ബാൽ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ആളുകളുണ്ട്. 2011 ചങ്ങനാശ്ശേരിയിൽ നിന്ന് CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. പുരോഗമനവാദികളായ സാഹിത്യകാരന്മാർ ജീവൽ സാഹിത്യ സംഘടന രൂപീകരിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണെന്ന് മാത്രവുമല്ല, ഇത് തിരിച്ചും UDFൻ്റെ ഭാഗത്തും വലിയ സാംസ്കാരിക സംഘങ്ങൾ അവർക്കുണ്ട്. MN കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ തുടങ്ങിയ ആളുകളൊക്കെ ഇപ്പോൾ UDFന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെയൊരു ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. ഹർഷൻ, എനിക്കൊന്നും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, അതിൽ വേറൊന്നുമില്ല സനീഷ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പോൾ കുമാരനാശാൻ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും അന്നത്തെ ആ കാലത്തെ രാഷ്ട്രീയ വിമർശനങ്ങൾ തന്നെയാണ് പലതരത്തിൽ നേരിട്ടിട്ടുള്ളത്. രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങമ്പുഴയെ കേശവദേവും തകഴിയും വിമർശിക്കുന്നത് രാഷ്ട്രീയ വിമർശനമായി തന്നെ വേണമെങ്കിൽ കണക്കാക്കാവുന്ന സംഗതികൾ തന്നെയാണ്. അങ്ങനെ ചരിത്രം നോക്കിയാൽ പരസ്പരം വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KR മീരയ്ക്കെതിരെ പ്രയോഗിക്കുന്ന തരത്തിലുള്ള
ഒട്ടും മാന്യതയില്ലാത്ത വഷളായ പ്രയോഗങ്ങളാണ്. അത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മട്ടിൽ ഇപ്പോൾ ചർച്ചയാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല. അതെ, നമുക്ക് അവസാനിപ്പിക്കാം. എഴുത്തുകാർ രാഷ്ട്രീയാഭിപ്രായം പറയുക മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്ന നാടാണിത്. കേരളത്തിൽ മാത്രമല്ല, ആരോഗ്യകരമായ ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലാ നാടുകളിലും അത് അങ്ങനെ തന്നെ. 1962 തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ സാംസ്കാരിക കുലപതികളായ എസ് കെ പൊറ്റക്കാടും സുകുമാർ അഴീക്കോടും പരസ്പരം മത്സരിച്ചതുപോലും നമ്മൾ ഇന്ന് ഓർക്കുന്നു. അന്ന് സാക്ഷാൽ MT വാസുദേവൻ നായർ പോലും തെരഞ്ഞെടുപ്പ് യോഗത്തിലെത്തി പ്രസംഗിച്ചിട്ടുണ്ട്. എഴുത്തുകാരുടെ രാഷ്ട്രീയാഭിപ്രായങ്ങളോടുള്ള അസഹിഷ്ണുത കാണുമ്പോൾ ലോക ചരിത്രം വേണ്ട, കുറഞ്ഞത് കൊച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമെങ്കിലും ഇക്കൂട്ടർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് മാത്രം RDX ആശിച്ചു പോകുന്നു.